ഋഷി തുല്യമായ ഒരു ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റുകാരനായി. അദ്ദേഹം ഏത് സന്ദർഭത്തിലും ഇവിടെ വിജയമാനും സാംകേടാനിയിലും സൂചിപ്പിക്കുന്നത് നിസ്വവർഗത്തിന് വേണ്ടി അല്ലാതെ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നുമില്ല. ഉള്ളവന് വേണ്ടിയല്ല, ഇല്ലാത്തവന് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു സൗഭാഗ്യനാശാൻ. ആശാന്റെ ജീവചരിത്രം നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ആ കാലഘട്ടമൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. സംസ്കൃത സ്കൂളിൽ നിന്ന് ആശാൻ ഉപാധ്യായ പരീക്ഷ, സംസ്കൃത പരീക്ഷ പാസ്സായിക്കൊണ്ടാണ്, ശാസ്ത്രിക്ക് തുല്യമായ പരീക്ഷ പാസ്സായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ആഗ്രഹിച്ചത്. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ശിവഗിരിയിൽ പോയി സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. ശിവഗിരി ആശ്രമത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ആശ്രമ ജീവിതവും അതെല്ലാം മറ്റൊരു ലോകത്തെക്കുറിച്ച് ആശാനിൽ ചില ചിന്തകൾ ഉണർത്തി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സന്യാസ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ആശാൻ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് കൊല്ലം എസ്.എൻ. കോളേജിൽ 1950-52 കാലഘട്ടത്തിലാണ് BSc എക്കണോമിക്സിന് വേണ്ടി ആശാൻ ചെയ്തത്. അന്നത്തെ ഓണേഴ്സ് ബിരുദമാണ്. അസാമാന്യമായ സാമർഥ്യമുള്ള, ബുദ്ധിശക്തിയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ കാലഘട്ടത്തിൽ കെ ഭാർഗവൻ എന്ന നമ്മുടെ ഭാർഗവനാശാൻ. എസ്.എൻ. കോളേജിലെ പഠന സമയത്ത് ആശാനോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്ന ONV, O. മാധവൻ, പുതുശ്ശേരി, ചങ്ങമം, മോത്തലയിലെ ചെല്ലാമ്പുഴ ചേട്ടൻ തുടങ്ങിയുള്ള ഈ ജില്ലയിലെ ഒരു വലിയ നീണ്ട നിര യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം പുതിയ പുതിയ പുരോഗമനപരമായ ചിന്താഗതികൾ കൊണ്ടുനടന്ന ഒരു വലിയ വിദ്യാർത്ഥി നിര തന്നെ ആശാനോടൊപ്പം ഉണ്ട്. ആശാനെ വിദ്യാർത്ഥി സംഘടനയിലേക്ക്, SF-ലേക്ക് കൊണ്ടുവരുന്നതിലും അതിൻ്റെ ഭാഗവാക്കാക്കി മാറ്റുന്നതിലും ഇവരുടെ എല്ലാവരുടെയും കൂട്ടുകെട്ട് ഒരു വലിയ പരിധിവരെ സഹായിച്ചിരുന്നത്. ഞാൻ ഇതിൽ അവസാന സമയത്തൊക്കെ ഉണ്ടായിരുന്ന പലരിൽ നിന്നും മനസ്സിലാക്കിയത് അസാമാന്യമായ രീതിയിൽ നല്ല ഫ്ലൂവൻസിയോടുകൂടി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനുള്ള ആശാന്റെ കഴിവ് അന്നത്തെ SF-ന്റെ പ്രവർത്തകർ നല്ലതുപോലെ വിനിയോഗിച്ചു. കൊല്ലം എസ്.എൻ. കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കലാലയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് ഭാർഗവനാശാനായിരുന്നു. ആശാന്റെ ആ കഴിവ് കോളേജിലെ അധ്യാപകർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആകർഷകമായ ഒന്നായിരുന്നു. അസാമാന്യമായ വായനയും അതിൽ നിന്ന് കിട്ടുന്ന അറിവും അതെല്ലാം ആശാനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി. നിങ്ങളൊരു പക്ഷേ എസ്.എൻ. കോളേജിൻ്റെ വിദ്യാർത്ഥി ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കൊല്ലം എസ്.എൻ. കോളേജിൽ SF-ന്റെ പ്രവർത്തകർ സ്വാമി AKGയെ കൊണ്ടുവന്ന ഒരു കാലഘട്ടവും ആ സംഭവവും ഓർമ്മകൾ. AKG എന്ന AK ഗോപാലിനെ പോലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുശലനായ നേതാവ്, ജനകീയനായ നേതാവ്, ആളുകളെ അദ്ദേഹത്തിൻ്റെ വാക് സാമർഥ്യമല്ല, അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ
ആത്മാർത്ഥതയുമാണ് ഏറ്റവും കൂടുതൽ AKGയിലേക്ക് ആളുകളെ ആകർഷിപ്പിച്ചത്. AKGയെ കൊല്ലം SA കോളേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു. പക്ഷേ AKG കോളേജിൽ വന്ന ദിവസം കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പാളിന് നിർദ്ദേശം കൊടുത്ത് കോളേജിന് അവധി പ്രഖ്യാപിച്ചു. ആ അവധി പ്രഖ്യാപനം AKGയുടെ പ്രസംഗം ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചത് തന്ത്രമാണ്. അതിനെ ഭാർഗവനാശാന്റെ നേതൃത്വത്തിൽ മറുതന്ത്രം പണിഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളെ മുഴുവൻ ആളുകളെയും ഹോസ്റ്റലിൽ കേന്ദ്രീകരിപ്പിച്ചു. AKGയെ കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി പകരം പ്രസംഗം നടത്തി അതിനുള്ള തന്ത്രം നടത്തിയത് അന്നത്തെ വിദ്യാർത്ഥി നേതാവായ സൗഭാഗ്യനാശാൻ. ആശാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിയമപഠനത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ നിയമം പഠിക്കുന്നതിന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയെങ്കിലും ആശാൻ അതിന് പോകാൻ കഴിഞ്ഞില്ല. കഴിയാഞ്ഞത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആശാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുടെ നേതൃത്വം 53-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പുതിയ മുന്നണി സംവിധാനം പരീക്ഷിക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആശാനും കൂടി വെളിയം പഞ്ചായത്തിൽ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടതായിട്ടും വന്നു. അങ്ങനെയാണ് വെളിയം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായി ആശാൻ വന്നത്. ആശാന്റെ അന്നത്തെയും പിന്നത്തെയും രീതി അനുസരിച്ച് അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പറായി അവിടെ പോയിരിക്കാനൊന്നും ആശാനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. നിയമപരമായി ഒഴിയേണ്ടി വന്നു. പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നതല്ല വെളിയത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആശാൻ 1954-ലെ ട്രാൻസ്പോർട്ട് സമരത്തിൽ പങ്കെടുത്ത അനുഭവിച്ച വേദനകളും യാതനകളും ഈ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AIUCയുടെയും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. 54-ലെ പ്രസിദ്ധമായ ട്രാൻസ്പോർട്ട് സമരം രണ്ട് നിലയിലാണ്, രണ്ട് രീതിയിലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റെടുത്തത്. ഞാനത് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ആ സമരത്തിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായി. ഒന്ന്, അവിടുത്തെ ബഹുജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ സമരത്തിലേക്ക് പോവുക എന്നത്. മറ്റൊന്ന്, തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തൊഴിലാളികളുടെ സമരം നടത്തുക എന്നത്. അങ്ങനെയാണ് സർ TV തോമസ് തൊഴിലാളികളുടെ നേതാവായും സർ CK കുമാരപ്പണിക്കർ, നമ്മുടെ ചന്ദ്രപ്പൻ്റെ അച്ഛൻ CK കുമാരപ്പണിക്കർ ബഹുജനങ്ങളുടെ നേതൃത്വം വഹിച്ചുകൊണ്ടുമാണ് പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത്. അതുപോലെ 54-ലെ ട്രാൻസ്പോർട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ തൊഴിലാളികളുടെ നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഈ രണ്ട് നേതാക്കൾക്ക് വീതം കൊടുത്തുകൊണ്ടാണ് ആ സമരത്തിൽ. അതിൽ രണ്ടാം ദിവസത്തെ സമരത്തിന്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചത് സർ വെളിയം ഭാർഗവൻ എന്ന ഉജ്ജ്വലനായ പോരാളിയെ ആയിരുന്നു. സർ കൊടിയമ്പലച്ചേട്ടൻ നമ്മുടെ സർ KRCയുടെ ഫാദർ, അദ്ദേഹമൊക്കെ അന്നത്തെ ട്രാൻസ്പോർട്ട് സമരത്തിൽ അതിൽ പങ്കെടുത്ത് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയല്ല. ആശാൻ ആ സമരത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ പ്രക്ഷോഭം നയിക്കുമ്പോൾ കേവലം സാത്വികനായ ഒരു രാഷ്ട്രീയക്കാരനായി ഇരുന്നുകൊണ്ട് സമരം നടത്തുകയായിരുന്നില്ല ആശാൻ. ആശാന്റെ ഉള്ളിലെ വിപ്ലവകാരി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെ ആശാൻ ആ സമരം നടത്തി. ലോക്കപ്പിൽ കൊണ്ടുപോയി ആശാനോട് അന്നത്തെ പോലീസ് നടത്തിയ ക്രൂരതകൾ
ഇപ്പോഴും നമുക്ക് വിവരിക്കാൻ കഴിയുന്നില്ല. ആശാന്റെ തലമുടി പിഴുതതും മീശ പിഴുതതുമായ സംഭവങ്ങളൊക്കെ അത് നാട്ടിലെ ജനങ്ങൾ അറിയുന്നത് ആ സമരവുമായി ബന്ധപ്പെട്ടു. വളരെ മൃഗീയമായി ഭാർഗവനാശാനെ കൈകാര്യം ചെയ്യാൻ അന്ന് ആ പോലീസ് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല. ആശാനെ പോലെയുള്ള ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിപ്ലവകാരിക്ക് ആ സമരം അതിൻ്റെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാൻ പര്യാപ്തമായ നിലയിൽ ആ സമരത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ട് പോലീസ് അവരുടെ വീര്യം ആശാനിൽ തീർത്തത്. അങ്ങനെയാണ് നിരവധി ആളുകളെ അവരന്ന് ക്രൂരമായി പീഡിപ്പിച്ചത്. 57 തെരഞ്ഞെടുപ്പിൽ ആശാൻ ചടയമംഗലം മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. നിയമസഭയിൽ 1ാം കേരള നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വലന്മാരായ നിരവധി പോരാളികളുണ്ടായി. അതിൽ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും അന്ന് പ്രതിപക്ഷമായ കോൺഗ്രസിനെ ശരിക്കും കശക്കുകയും ചെയ്തിരുന്നതിൽ 4-5 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിൽ ആ ഗ്രൂപ്പിനെ പിന്നീട് ആളുകൾ വിളിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജിഞ്ചർ ഗ്രൂപ്പ് എന്നാണ്. ആ ജിഞ്ചർ ഗ്രൂപ്പിന്റെ നേതാവ് വെളിയം ഭാർഗവൻ ആയിരുന്നു. ഭാർഗവനാശാന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 നിയമസഭയിൽ സഹാക്കൾ തോപ്പിൽ ബാസി, ചന്ദ്രശേഖരൻ നായർ, പുനലൂരെ രാജപാലൻ നായർ സാറ് തുടങ്ങിയവരെല്ലാം കൂടെ ചേർന്ന ആ ജിഞ്ചർ ഗ്രൂപ്പ് പട്ടം താണവരെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരെയും നിർത്തിപ്പൊരിക്കുമായിരുന്നു. ആശാനായിരുന്നു അതിൻ്റെയൊക്കെ പൂർണ്ണമായ നേതൃത്വം ഉണ്ടായിരുന്നത്. ആശാന്റെ ആ നിയമസഭയിലെ പ്രസംഗങ്ങളിലും അതിൽ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 57 നിയമസഭാ നടപടികൾ വെറുതെയെങ്കിലും ഒന്ന് ഒരു അക്കാഡമിക് താല്പര്യത്തോടു കൂടി വായിച്ചു നോക്കുന്ന ആളുകൾക്കറിയാം നിയമസഭയിലെ പ്രസംഗത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് വിനിയോഗിക്കുന്നത് എന്നുള്ളത്. കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, സാമ്പത്തിക സ്ഥിതി ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ആശാൻ ബഡ്ജറ്റിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ടും കേരളത്തിലെ സംഭവവാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുമൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ വളരെ ഉജ്ജ്വലമായ പ്രസംഗങ്ങളായിരുന്നു നിയമസഭയിൽ. 60-ലെ തെരഞ്ഞെടുപ്പിൽ ആശാൻ വിജയിച്ചു. വലിയ ഭൂരിപക്ഷമില്ലായിരുന്നെങ്കിലും ആശാൻ വിജയിച്ചു. പക്ഷേ അതിനുശേഷം പാർട്ടിയുടെ ഭിന്നിപ്പും തുടർന്നുള്ള സംഭവവാസങ്ങളൊക്കെ വന്നപ്പോൾ ആശാൻ ഒരു തീരുമാനമെടുത്തു. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആശാൻ ഇല്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആശാൻ അത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ അതിനുശേഷം തിരുവനന്തപുരത്ത് സ്ഥിരതാമസം തന്നെയാക്കിയ ആശാൻ കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോഴും 67-ലെ സപ്തകക്ഷി മുന്നണിയുടെ അതിൻ്റെ ശില്പികളിലും സംഘാടകരിലും പ്രധാനപ്പെട്ട ഒരാളായി ആശാൻ നിന്നു. EMS നേതൃത്വം നൽകിയ 67-ലെ സപ്തകക്ഷി മുന്നണിയുടെ അതിൻ്റെ ലൈസൺ കമ്മിറ്റി, അതിൻ്റെ ഏകോപന സമിതി, അതിലും ആശാൻ ഒരു പ്രതിനിധിയായിരുന്നു. 69-ൽ ആ ഗവൺമെന്റ് EMS ഗവൺമെന്റ് രാജിവെച്ചപ്പോൾ ഗവൺമെന്റിനെ, കേരള ഗവൺമെന്റിനെ ഇനി ആര് നയിക്കും എന്നുള്ള പ്രശ്നം കേരള രാഷ്ട്രീയത്തിൽ വലിയ സജീവ ചർച്ചയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, EMS സപ്തകക്ഷി ഗവൺമെന്റിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ ആ ഗവൺമെന്റ് രാജിവെച്ചെങ്കിലും നിയമസഭയെ പിരിച്ചുവിട്ടിരുന്നില്ല. നിയമസഭ നിലനിർത്തിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാനും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരാനും സാഹചര്യമുണ്ടായി. അങ്ങനെ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ പുതിയ ഗവൺമെന്റിനെ ആര് നയിക്കും, എങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയും എന്നതിൽ വളരെ സജീവമായ ചർച്ച നടക്കുമ്പോൾ
എല്ലാവരുടെയും ശ്രദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ പറ്റിയ ആ ഗവൺമെന്റിനെ നയിക്കാൻ പറ്റിയ ഒരാളിനെ കണ്ടുപിടിക്കണം എന്ന നിലയിൽ ചർച്ച നടന്നു. എന്നാൽ അതിനിടയിൽ കാലം ഇത്രയും കഴിഞ്ഞതുകൊണ്ട് മാത്രം ഓർമ്മിപ്പിക്കട്ടെ, ശ്രീകണ്ഠൻ നായരെ മുഖ്യമന്ത്രിയാക്കുന്നതിനും അന്നൊരു പരിശ്രമം നടന്നിരുന്നു. പക്ഷേ അദ്ദേഹവും അതിന് തയ്യാറല്ലായിരുന്നു. എന്തായാലും ആ പ്ലാൻ വർക്കൗട്ട് ചെയ്തു. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിനെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റിനെ നയിക്കാൻ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജീവ ചർച്ച നടക്കുന്നു. അവിടെ ആരെന്നുള്ള ചർച്ച നടക്കുമ്പോൾ സി അച്യുതമേനോന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിർദ്ദേശിക്കുന്നത് വേറെ ആരുമായിരുന്നില്ല, വെളിയം ഭാർഗവനാണ്. ഏറ്റവും അനുയോജ്യനായ ആള് അച്യുതമേനോനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പേര് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഭാർഗവനാശാൻ. ആശാൻ ആ പേര് നിർദ്ദേശിക്കുമ്പോൾ പാർട്ടിയുടെ അന്നത്തെ നേതൃത്വത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ അച്യുതമേനോനെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തോട് ആര് പറയും എന്നതൊരു വിഷയമായി. അതിനും ഭാർഗവനാശാൻ മറുപടി ഉണ്ടെങ്കിൽ ആരെങ്കിലും കേരളത്തിൽ നിന്ന് എമ്മനോ ടിവിയോ ഭാർഗവനാശാനോ മറ്റാരെങ്കിലോ പറഞ്ഞാൽ അച്യുതമേനോൻ അതിന് തയ്യാറാകുകയില്ല എന്ന് നല്ലതുപോലെ ഭാർഗവനാശാനെ അറിയാമല്ലോ. ആശാൻ അതുകൊണ്ട് പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, സി രാജേശ്വരറാവുവിനെ അതിന് ചുമതലപ്പെടുത്തി. അങ്ങനെ ആശാന്റെ നിർദ്ദേശം അനുസരിച്ച് രാജേശ്വരറാവു തന്നെ അച്യുതമേനോനോട് സംസാരിക്കുകയും അച്യുതമേനോൻ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് മദ്രാസിലേക്ക് വയ്ക്കണം. പിന്നെ കേന്ദ്ര ഇടപെടൽ അങ്ങനെ വന്നപ്പോൾ മാത്രമാണ് അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ തയ്യാറാണ്. അച്യുതമേനോനെ നിർദ്ദേശിക്കുന്നതും അച്യുതമേനോനെ കൊണ്ട് ആ പദവി ഏറ്റെടുക്കാൻ സമ്മതിപ്പിക്കുന്നതിന് രാജേശ്വരറാവുമാണ് ഏറ്റവും നല്ലതെന്ന് നിർദ്ദേശിക്കുന്നതും രണ്ടും വെളിയം ഭാർഗവന്റെ തലയിൽ ഉദിച്ച ആശയങ്ങളാണ്. ആശാന് മാത്രമേ ആ നിലയിൽ അന്ന് ചിന്തിക്കാൻ കഴിയൂ. ആളുകളെ അസസ് ചെയ്യാൻ, ഓരോരുത്തർക്കും പറ്റിയ ജോലി എന്ത് എന്ന് തിരിച്ചറിയാൻ ആശാൻ ഉണ്ടായിരുന്ന അനിതര സാധാരണമായ കേഡർ അസസ്മെന്റിന്റെ ഒരു കഴിവാണ് അവിടെ എല്ലാം തുടർന്ന് ഇങ്ങോട്ടും പലതിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലിച്ചത് ആ കഴിവ്. ആ ഐക്യമുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അച്യുതമേനോനും എമ്മനും ടിവിയും അവരെല്ലാം ഉണ്ടായിരുന്ന ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലൈസൺ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ ആശാന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. വളരെ ഫലപ്രദമായി ഒരു മുന്നണി സംവിധാനത്തെ കൊണ്ടുപോകാൻ അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഐക്യമുന്നണി സംവിധാനത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വെളിയം ഭാർഗവൻ എന്ന ലൈസൺ കമ്മിറ്റി കൺവീനറുടെ സംഭാവനയും ആ കൂട്ടത്തിൽ നല്ലതുപോലെ ഉണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. ആ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആശാന്റെ സജീവമായ ശ്രദ്ധ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മുന്നണി വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിനെയും അതിനെ അനുകൂലിക്കുന്നവരും എല്ലാം കൂടിയുള്ള ആ മുന്നണിയിൽ ഒരു പോറല് പോലും ഏൽക്കാതെ 1977 രണ്ടാമത് തലത്തിൽ മൂന്നാമത് 69 അച്യുതമേനോൻ ഗവൺമെന്റ് നവംബർ 1 അധികാരത്തിൽ വന്നു. 70 ചന്ദ്രശേഖരൻ നായർ രാജിവെച്ചുകൊണ്ട് അച്യുതമേനോൻ കൊട്ടാരക്കരയിൽ നിന്ന് 1970 ജനുവരിയിൽ മത്സരിച്ച് ജയിച്ചു. 70 സെപ്റ്റംബർ മാസം അച്യുതമേനോൻ ഗവൺമെന്റ് രാജി കൊടുത്തുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 77 മാർച്ച് വരെ അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ 77 മാർച്ച് വരെയും ഐക്യമുന്നണി സംവിധാനം ഒരു പോറൽ പോലും വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 77 തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്ക് നല്ല കെട്ടുറപ്പും നല്ല അതിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തന ശേഷിയുടെ മേധാവിത്വവും അതിന്റെ മഹനീയതയും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് 77 തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി 111 സീറ്റുകളിൽ വിജയിക്കുകയും
പ്രതിപക്ഷം കേവലം 29 സീറ്റുകൾ കൊണ്ട്, എല്ലാവരും കൂടി ചേർന്ന് 29 സീറ്റ് കൊണ്ട് തൃപ്തി അടയേണ്ടി വരികയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ അത്യപൂർവമായി സംഭവിക്കുന്ന അത്തരം സംഭവവാസങ്ങൾക്ക് കാരണക്കാരൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഭാർഗവനാശാനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ വളരെയധികം അഭിമാനം തോന്നും. ആശാൻ ആ അധികാരത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നെങ്കിലും തനിക്ക് ആ അധികാരത്തിന്റെ പങ്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ അധികാരത്തിന്റെ ഒരു അന്തരീക്ഷവും ആശാനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആശാൻ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. തെറ്റ് തെറ്റായിട്ട് പറയാനും ശരിയായിട്ട് പറയാനും ആശാന് കഴിയുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരുടെയും മുമ്പിൽ കൂസാതെ ആശാൻ അങ്ങനെ നിൽക്കുവാൻ സൗ ബാലറാമുമായും സൗ PKVയുമായും ആശാനുണ്ടായിരുന്ന ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലും ഒരുപോലെ പ്രതിഫലിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരോടും ആശാൻ എപ്പോഴും വലിയ ബഹുമാനമാണ്. ആ രണ്ട് നേതാക്കളും പറഞ്ഞാൽ ആശാൻ വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും അപ്പോഴേ അത് സമ്മതിക്കും. അതായിരുന്നു ആശാന്റെ പ്രവൃത്തി. ആ നേതൃത്വത്തിലെ ആളുകൾ തമ്മിലുള്ള ഇടയടുപ്പം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ആശാൻ നിങ്ങൾക്കറിയാം 98-ലാണ് സൗ PKV ഒഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആശാൻ എടുത്തിട്ടുള്ള നിലപാടുകൾ പലർക്കും തോന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെ കോട്ടം തട്ടുമോ എന്നൊക്കെ. പക്ഷെ ആശാൻ അതിനെത്തൊന്നും സ്വന്തം പാർട്ടിയുടെ വ്യക്തിത്വം കളഞ്ഞു മുടിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടിനും ഭാർഗവനാശാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2000 സോ ജെ ചിത്തരഞ്ജൻ നമ്മുടെ പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി രാജ്യസഭാ മെമ്പറായിട്ടുള്ളപ്പോൾ രണ്ടാമതൊരു രാജ്യസഭാ സീറ്റ് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന കക്ഷി CPIക്ക് ഒരു രാജ്യസഭാ സീറ്റുണ്ട്, ഒരു MP ഉണ്ട്, അത് മതി എന്നുള്ള നിലപാടെടുത്തു. ആ രണ്ടാമത്തെ സീറ്റിലേക്ക് CIUവിന്റെ നേതാവായ സൗ ചന്ദ്രപിള്ള നോമിനേഷൻ കൊടുക്കാൻ അവരുടെ പാർട്ടി തീരുമാനിക്കുകയും ചന്ദ്രപിള്ള നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഭാർഗവനാശാൻ വിട്ടുകൊടുത്തില്ല. ആശാൻ പറഞ്ഞു ആ രണ്ടാമത്തെ സീറ്റ് CPIക്ക് അവകാശപ്പെട്ടതാണ്, അതൊരു കാരണവശാലും വിട്ടുതരാൻ സാധ്യമല്ല. ആശാൻ ആദ്യം PKVയോടാണ് PKV രാജ്യസഭയിലേക്ക് പോകണമെന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടാണ് ആ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ PKV പറഞ്ഞു അതിന് PKVക്ക് താല്പര്യമില്ല, PKV ഇല്ല എന്ന് PKV തന്നെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ആശാൻ അതിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ യോഗം കൂടി സൗ VV രാഘവനെ കാൻഡിഡേറ്റ് ആയി തീരുമാനിച്ചു. VV നോമിനേഷൻ കൊടുത്തു. VV നോമിനേഷൻ കൊടുക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പം പൊട്ടിപ്പോവും എന്ന് പലരും സ്വപ്നം കണ്ടു. പക്ഷെ ആശാൻ ഒരു കുലുക്കവുമില്ലാതെ ഉറച്ചു നിന്നു. അവസാനം ചന്ദ്രപിള്ളയുടെ നോമിനേഷൻ അവർ പിൻവലിക്കുകയും സൗ VV രാഘവൻ ചിത്തരഞ്ജനോടൊപ്പം തന്നെ സൗ VVയും ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള എത്രയോ സംഭവവാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായത് നമ്മളുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും. CPMന്റെ ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രി സൗ രാജീവ് ദേശാഭിമാനിയുടെ ചുമതലക്കാരനായിരുന്നപ്പോഴാണ് രാജ്യസഭയിലേക്ക് പോയത്. പ്രവർത്തന മേഖലയിൽ നിന്നും രാജീവിനെ രാജ്യസഭയിലേക്ക് അയച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അതുപോലെയുള്ള ഡിമാൻഡ് വന്നു. അന്ന് CPIയുടെ ഒരു പ്രതിനിധിയായി സൗ K ഇസ്മായിൽ രാജ്യസഭയിൽ വന്നു. രണ്ടാമതൊരു രാജ്യസഭാ സീറ്റ് കൂടി VV രാഘവന്റെ കാര്യം പറഞ്ഞതുപോലെ ചിലർക്ക് ദഹിക്കുന്നതായിരുന്നില്ല. പക്ഷേ സൗ ഭാർഗവനാശാൻ അതിൽ ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് അന്ന് MP അച്യുതനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിന് വേണ്ടി പേര് ആരുടേന്നുള്ളതൊക്കെ പിന്നെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചത്. എന്തായാലും രണ്ടാമത്തെ സീറ്റ് കൂടി CPIക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടാണ് അവിടെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ച് MP അച്യുതൻ അവിടെ നിന്നും ഒരിക്കലും ആരുടെയും മുമ്പിൽ മുട്ടൂർ നടക്കുകയോ
അത് താത്തുവെച്ച് പോവുകയും ചെയ്യുന്ന പ്രകൃതി ആശാനില്ലായിരുന്നു. 2011 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാവരുടെയും മനസ്സിലാതായിരിക്കും കൂടുതലായിട്ടുള്ളത്. ഡീലിമിറ്റേഷൻ കഴിഞ്ഞു, മണ്ഡലങ്ങളുടെ പുനർവിഭജനം കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങൾ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻ വർഷങ്ങളിൽ മത്സരിച്ചിരുന്ന പൊന്നാനി സീറ്റ് നമുക്ക് തന്നെ എന്നുള്ള നിലയിലാണ് നമ്മൾ നീങ്ങിയത്. അപ്പോഴാണ് ആ സീറ്റ് CPM ഏറ്റെടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആശാൻ പൊട്ടിത്തെറിച്ചു. 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കി 18 സീറ്റിലും CPI ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് ആശാൻ പ്രഖ്യാപിച്ചുകൊണ്ട് AKG സെന്ററിൽ നിന്ന് ഭാഗമെടുത്ത് ആശാൻ തിരിച്ചു പോകും. അടിയന്തരമായി അന്ന് യോഗം വിളിച്ചു കൂട്ടി അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പാർട്ടി സാറിനോട് 18 സീറ്റിലും CPI ഒറ്റയ്ക്ക് മത്സരിക്കും, അതിനുള്ള എല്ലാ സംഘടനാപരമായ ഒരുക്കങ്ങളും നടത്താൻ ആശാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒട്ടും താമസിക്കേണ്ടി വന്നില്ല. നമുക്ക് പകരം വയനാട് സീറ്റ് നൽകിക്കൊണ്ട് 4ാമത്തെ സീറ്റ് തിരിച്ചു നൽകിക്കൊണ്ട് പൊന്നാനിക്ക് പകരം വയനാട് നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒത്തുതീർപ്പായത് അങ്ങനെ. ആശാനെ പോലെ വളരെ ധീരതയോടുകൂടി പാർട്ടി കമ്മിറ്റിയിലായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലായാലും സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങളും സ്വന്തം പാർട്ടിയുടെ വ്യക്തിത്വവും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നതിൽ ആശാൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്നതാണ് ആശാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ധൈര്യവും ആ ചിന്താഗതിയും ആശാനെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ വിജയകുമാർ ഒരു കാര്യം പറഞ്ഞു, സാമും മറ്റൊന്ന് അനുസ്മരിക്കുകയുണ്ടായി. അവരെ 2002 ആന്റണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സമരം നടക്കുമ്പോഴും വിജയകുമാർ പറഞ്ഞ തൊഴിൽ ജയിൽ സമരത്തിന്റെ ഭാഗമായ നമ്മുടെ ഓഫീസുകൾ വളയുന്ന സമരം വരുമ്പോഴുമെല്ലാം അവിടെ ആശാനാണ് അന്നത്തെ വിദ്യാർത്ഥികൾക്ക്, അന്നത്തെ യുവാക്കൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകിക്കൊണ്ട് മറ്റു പലരും യാഥാർത്ഥ്യബോധമില്ലാത്ത സമരം എന്ന് തൊഴിൽ ജയിൽ സമരത്തെ പറഞ്ഞപ്പോഴും അതിനോട് പോസിറ്റീവായി കണ്ടുകൊണ്ട് ചെറുപ്പക്കാരുടെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ആ സമരത്തെ ആശാനാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ ഒരാൾ. ആശാൻ അതിനെയൊക്കെ ഇവർ എല്ലാവർക്കും തല്ലുകൊള്ളുമ്പോഴെല്ലാം ഓടിയെത്തുന്ന ഒരു പാർട്ടി നേതാവ് ആശാനാണ്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് രാജുവിന് അറിയാം, ഇവിടെ ഉള്ളതിൽ വേറെ ആർക്കെങ്കിലും ഗോപിക്കും അറിയാം. കൊല്ലൂർ പാർട്ടി ഓഫീസിൽ ഒരു 80-81 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഓഫീസ് ആക്രമണം. OSനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ അന്ന് ടൗണിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ അവരുമായിട്ടൊന്ന് മുട്ടേണ്ടി വന്നു. ഞങ്ങളൊക്കെ കൊല്ലൂർ ഗവൺമെന്റ് ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. അന്ന് നടന്ന മർദ്ദനത്തിന്റെയൊക്കെ ഫലമായിട്ട് എനിക്കൊക്കെ ആണെങ്കിൽ അടി കൊണ്ടത് ചെവിക്കറ്റത്താണെങ്കിലും ചോര വന്നത് കണ്ണിൽ കൂടി. ഞാൻ ആ രംഗം ഒരിക്കലും മറന്നില്ല. അന്ന് വൈകുന്നേരം അവിടെ ഓടിയെത്തിയത് ഈ പാർവനാശാൻ വന്നു. പുനലൂർ പട്ടണത്തിൽ പ്രകടനവും നമ്മുടെ പ്രതിഷേധമൊക്കെ നടത്താവുന്ന നിലയിലെല്ലാം അതെല്ലാം നടത്തി. അതിൻ്റെ പിന്നീടുണ്ടായ സംഭവങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല. എപ്പോഴും പാർട്ടി സാക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, അവർക്ക് എന്തെങ്കിലും ഒരു ക്ലേശം ഉണ്ടായാൽ അവിടെ ഓടിയെത്തുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പര്യായം കൂടിയായിരുന്നു വിളിയം ഭാഗൽ എന്ന ആശാൻ. ആശാൻ എപ്പോഴും അവിടെ ഒരിക്കലും അതിനൊരു അമാന്തം കാണിക്കും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെ നേതാക്കളെ എടുക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും സന്ദർശനം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ആരുമല്ല, ആശാൻ. ആശാന്റെ കൂടെ പോകുമ്പോഴും നമുക്ക് ആശാൻ പഴയകാല സഹകളൊക്കെ ആണെങ്കിൽ 50കളിൽ ഈ കൊല്ലം ജില്ലയുടെ ഏതെങ്കിലും പ്രദേശത്ത് പാർട്ടി സഹകളെ സംരക്ഷിക്കുകയും അവർക്ക് ഷെൽട്ടർ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആശുപത്രി കിടക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആശാൻ അവിടെ ഓടിയെത്തുമെന്ന് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ സഹായം ആശാൻ ചെയ്യുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പലപ്പോഴും കൂടെ പോയിട്ടുള്ളപ്പോൾ ആശാന്റെ മടക്കി വെച്ചേക്കുന്ന ഈ കൈമടക്കിന്റെ ഏറ്റവും താഴെ കഫിന്റെ അവിടാണ് ആശാൻ പൈസ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൈ മൂത്ത് ഷർട്ട് മൂത്ത് വരുമ്പോ ആ കഫിന്റെ ഭാഗം വരുമ്പോ അവിടെ 100ന്റെയും 50ന്റെയും ഒക്കെ നോക്കുക, ഇതെടുത്തു കൊടുക്കും.
ആശാനെ ഒരിടത്ത് കണ്ടിട്ട് പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ ആരാണോ നമ്മളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കണം, പിന്നെ അങ്ങ് തരാം, കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ കൊടുക്കും. ഇത്രയും ആശുപത്രി കിടക്കുന്ന പാർട്ടി സാക്കൾ 57ലെയും 50കൾക്ക് മുമ്പുള്ള സാക്കളുടെ കുടുംബാംഗങ്ങളാണെങ്കിൽ അവരുടെ രണ്ടാം തലമുറയുടെ രാഷ്ട്രീയമൊന്നും ആശാന് പ്രശ്നമേ. ആ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് ആശാന്റെ ഒരു പ്രധാനപ്പെട്ട. ഞാനിപ്പോഴും ഓർക്കുന്നു, ശൂരനാട് കേസിലെ അന്ന് പ്രതിയാക്കപ്പെട്ടവരിൽ അവസാനം 4-5 സാക്കളാണ് ആ കേസിൽ പ്രതിയാക്കപ്പെട്ടവർ ജീവിച്ചിരുന്നത്. ഞാൻ ശൂരനാട് ജില്ലാ സെക്രട്ടറി എന്നുള്ളതിനെ അന്നത്തെ അവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ CM ഗോപാലകൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ശൂരനാട് സാക്കൾ എന്നോട് പറഞ്ഞു, ഗവൺമെന്റിന്റെ ആനുകൂല്യം ഈ ജീവിച്ചിരിക്കുന്ന സാക്കളുടെ കുടുംബത്തിനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അതിന് ഗവൺമെന്റിൽ നമ്മുടെ പാർട്ടിയായിട്ട് നിവേദനം കൊടുക്കണം. ആശാനോട് ഞങ്ങളത് പറഞ്ഞു. ഞങ്ങൾ പോയി ആശാനെ കണ്ടു. ആശാൻ പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരു സഹായവും അവർക്ക് വേണ്ട, അവർക്ക് ഗവൺമെന്റിന്റെ ഒരു സഹായവും സ്വീകരിക്കേണ്ടത് ആവശ്യമില്ല, അത് പാർട്ടി ഏറ്റെടുക്കും, അങ്ങനെ വേണം കൊടുക്കും. അപ്പോൾ തന്നെ ആശാൻ കൊല്ലം DC എന്നുള്ളതിനെ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു. ആലപ്പുഴ DC സെക്രട്ടറിയെ വിളിച്ച്, അന്ന് വള്ളികുന്നത്തെ തേവൻ ജീവിച്ചിരിപ്പുണ്ട്, തേവന്റെ കുടുംബത്തെ സഹായിക്കാൻ ആലപ്പുഴ DC-യോടും ബാക്കി തങ്കപ്പക്കുറുപ്പ്, അമ്പയിലെ ജനാർദ്ദനപിള്ള ചേട്ടന് അവരെയൊക്കെ സഹായിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കൊല്ലം DC-യെ ഏൽപ്പിച്ചു. അങ്ങനെ 5 പേർക്കും ആശാൻ അങ്ങനെ തന്നെ ഗവൺമെന്റിന്റെ ആനുകൂല്യം കൊണ്ട് പാർട്ടി സാക്കളെ സഹായിക്കാൻ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് അവരെ സഹായിക്കുക എന്ന സമീപനമാണ് ആശാൻ എപ്പോഴും എടുത്തത്. അതില് നല്ലതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കേഡർ അസസ്മെന്റ്. ആശാന് നല്ല വ്യക്തമായ രാഷ്ട്രീയ ധാരണകളും നല്ല സംഘടനാ ബോധവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആശാന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ആ നിലയിൽ നയിക്കാൻ കഴിയും. ഇന്നത്തെ രാഷ്ട്രീയ സംഭവവാസങ്ങളിൽ ആശാന് പുരാണങ്ങളെ കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വേദാന്തത്തെ കുറിച്ചും എല്ലാം നല്ല നല്ല ഗ്രാഹ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആശാന്റെ മിക്ക പ്രസംഗങ്ങളിലും ഹിന്ദു വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രഭാഷണങ്ങൾ ആശാൻ നടത്തും. ഏറ്റവും ശക്തമായി ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായി നല്ലതുപോലെ പോരാടുന്ന വ്യക്തി തന്നെയായിരുന്നു ആശാൻ. അത് ആശാന്റെ ഏത് പ്രസംഗത്തിലും, നമ്മൾ അവസാനമൊക്കെ ആശാൻ വരുമ്പോൾ ചില ആവർത്തനം വരുമെങ്കിലും ഗാന്ധാരിയെയും കുന്തിയെയും ഒക്കെ ആശാൻ പറയുന്നത് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരം മഹാഭാരതത്തിന്റെ കഥകളിൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആശാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. അതിൽ കൂടി തന്നെ അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഫാസിസ്റ്റ് വാഴ്ചയുടെ അതിന്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുത്വ വർഗീയത എങ്ങനെ ഇന്ത്യൻ ഫാസിസം ജനാധിപത്യത്തെ തകർക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്നു, ഇന്ത്യയിലെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെയും തകർക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്ന ഒരു സന്ദർഭം. അവിടെയൊക്കെയാണ് ആശാനെ പോലെയുള്ള നേതാക്കളുടെ പ്രസക്തി നമ്മൾ അറിയുന്നത്. അവർക്ക് മറുപടി കൊടുക്കാൻ അവരുടെ തന്നെ അവരുദ്ധരിക്കുന്ന ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ ആശാന് കഴിയുമായിരുന്നു. ഇന്നത്തെ തലമുറയിലെ പലർക്കും അതൊക്കെ അപ്രാപ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യമുള്ളതാണ്, നമുക്കറിയാവുന്നത്. ആശാനെ പോലെ ധീരരായ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അവർ നൽകിയ ആ ചൂടും ഈ പ്രസ്ഥാനത്തിന് എന്നും മുന്നോട്ട് പോകുന്നതിന് പ്രചോദനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആശാന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.